വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ടെത്തിയ ശ്രീ രമേശ് ചെന്നിത്തല, നമ്മുടെ എല്ലാം ആരാധനായ MLA, ശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി, എൻ്റെ ഒപ്പം ഇന്ന് ഈ മള്ളിയൂർ അവാർഡിന് അർഹയായ ഹരികഥാവിദുഷി ശ്രീ വിശാഖ ഹരി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ, ഡയറക്ടർ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, അഡ്വക്കേറ്റ് മോൻ ജോസഫ് MLA, ബദ്രീനാഥിൻ്റെ മുൻ രാവൽജി ശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരി, ശ്രീ അച്യുത ഭാരതി സ്വാമിയാർ, വെൺമണി കൃഷ്ണൻ നമ്പൂതിരി, ശ്രീ ലിജിൻ ലാൽ BJP ജില്ലാ പ്രസിഡൻറ്റ്, അതുപോലെ ഇവിടെ ഈ ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരിക്കൽ കൂടി. ഭാഗവത ഹംസം ശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ 104ാം ജയന്തി ആഘോഷത്തിൻ്റെ സമാപന ദിവസമായി ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ ഈ ശങ്കരസ്മൃതി പുരസ്കാരം നേടാനും അതിലൂടെ അനുഗ്രഹിക്കപ്പെടാനും ഉണ്ടായ ഭാഗ്യത്തിന് ഞാൻ ആദ്യം സർവേശ്വരനോട് നന്ദി പറയുന്നു. ഈ ക്ഷേത്ര സന്നിധിയിൽ ഇതിനു മുൻപ് വന്നിട്ടുണ്ട്, വരാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ന് വന്നതിലൊരു പ്രത്യേകത ഈ അവാർഡ് മാത്രം എന്നേ ഉള്ളൂ. അതല്ലാതെ ശ്രീ മഹാഗണപതിയുടെ അനുഗ്രഹം ആവോളം നേടാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ക്ഷേത്ര സന്നിധികൾ പലപ്പോഴും നമുക്ക് ഭക്തി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരിടമായി മാത്രമല്ല, സ്വയം കണ്ടെത്താനും അറിയാനും ഉള്ള ഒരു സ്ഥലവും കൂടിയായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതിനുവേണ്ടി ആണ് നമ്മൾ ആളുകളെ ക്ഷേത്ര സന്നിധികളിലേക്ക് ക്ഷണിക്കുന്നത്. അതിന് ഭാഗവത പാരായണം ഒക്കെ ഇതിൻ്റെ ഒരു നിമിത്തമായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ എല്ലാം ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് അറിയാനും അന്വേഷിക്കാനും താല്പര്യമുള്ളവർക്ക് ഉള്ളൊരിടം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ എല്ലാ കാലഘട്ടത്തിലും, എല്ലാ ആരാധനാലയങ്ങളും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും പ്രാധാന്യമുള്ള ഒന്നാണ്. എന്നെ പോലെയുള്ളവർ പ്രവർത്തിക്കുന്ന ശാസ്ത്ര മേഖലയിലാണ്. ഞാനൊരു റോക്കറ്റ് സയൻറ്റിസ്റ്റാണ്. റോക്കറ്റുകൾ ഡിസൈൻ ചെയ്യുകയും നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയൊക്കെ ആയിരുന്നു എൻ്റെ തൊഴിൽ. ഇപ്പോൾ ആ തൊഴിലിൽ നിന്ന് കുറച്ച് മാറി എന്ന് മാത്രമേ ഉള്ളൂ, കുറച്ച് ആഴ്ചകളായിട്ട്. അപ്പോൾ അതിൽ പ്രവർത്തിക്കുമ്പോഴൊക്കെ വലിയ ഏകാഗ്രതയും ശ്രദ്ധയും വേണ്ട ഒരു തൊഴിലാണ്. മറ്റേ എല്ലാ തൊഴിലുകളെയും പോലെ തന്നെ അത് വലിയൊരു ഏകാഗ്രതയും ശ്രദ്ധയും ആവശ്യമുള്ളതാണ്. പലപ്പോഴും അതിൽ നമ്മൾ അറിവിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ എത്തപ്പെടുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതിന് നമുക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട് അറിവിനോടൊപ്പം തന്നെ. ആ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത്, ഈശ്വരാനുഗ്രഹം എന്ന് പറയപ്പെടുന്ന ആ അനുഗ്രഹം നമുക്കുണ്ടാകുന്നത് എപ്പോഴും നമ്മൾ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോഴാണ് ഉണ്ടാകുക എന്ന്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുമ്പോഴാണ് ആ കഴിവുണ്ടാകുക എന്ന് പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പലപ്പോഴും ഏകാഗ്രതയിലും സ്വയം നിരീക്ഷിക്കുന്നതിലൂടെയും നേടുന്ന ഒരു വലിയ കഴിവാണത്. അതിന് ഗുരുക്കന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹം അതിനാവശ്യമുണ്ട്. അത് ആവോളം നേടാൻ ഈ കഴിഞ്ഞ എൻ്റെ ഒരു 40ഓളം വർഷം നീണ്ടുനിന്ന എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് അത് സാധിച്ചിട്ടുണ്ട്. അതിലൂടെയുള്ള നേട്ടങ്ങൾ എനിക്ക് എൻ്റെ ഒപ്പം ഉള്ള സഹപ്രവർത്തകരോട് പങ്കുവയ്ക്കാനും കഴിഞ്ഞു എന്നുള്ളതിൽ അനുഗ്രഹമാണ് നിങ്ങൾ ഇന്ന് എന്നോട് കാണിക്കുന്ന ഈ ഒരു അവാർഡിലൂടെ നേടിയ ഒരു അനുഗ്രഹം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിനുവേണ്ടി എൻ്റെ ഒപ്പം നിന്ന് എല്ലാവർക്കും, എൻ്റെ ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. കാരണം ഇതൊരു വ്യക്തിപരമായ നേട്ടമല്ല, ഇതൊരു ISRO കുടുംബത്തിൻ്റെ നേട്ടമായിട്ട് ഞാൻ കണ്ട് അനുഗ്രഹം സ്വീകരിക്കുകയാണ്. അത് ഇന്ന് ഈ അവസരത്തിൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ, നമ്മുടെ എല്ലാം ആരാധനായ MLAയുടെ സാന്നിധ്യത്തിൽ ഇതും കൂടെ നേടാൻ കഴിഞ്ഞതിലും എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പരിപാടികളിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നെ കുട്ടികളുമായിട്ട് സംവദിക്കാനൊക്കെ ആയിട്ട് വിളിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലൊരു പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ
അങ്ങേയറ്റം കുട്ടികളുമായിട്ടും ചെറുപ്പക്കാരുമായിട്ട് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ കാണാനും അറിയാനും കഴിഞ്ഞത് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതിന് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ കാണുന്നതിൽ. അദ്ദേഹത്തിന് ഇന്ന് നമ്മളോട് പറഞ്ഞ ആ അനുഗ്രഹം എനിക്കും കുറച്ച് ഇവിടെ വന്നതുകൊണ്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, എൻ്റെ ഒപ്പം ഇന്നിവിടെയുള്ള ശ്രീ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ, ഞങ്ങൾ ഒരുമിച്ച് ISROയിൽ പ്രവർത്തിച്ചു തുടങ്ങിയവരാണ്. അദ്ദേഹവും എന്നോടൊപ്പം പോലെ തന്നെയുള്ള ഒരു റോക്കറ്റ് സാങ്കേതിക വിദ്യ പ്രവർത്തകനാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം അനുഗ്രഹം. അദ്ദേഹം ഇന്നും ISROയുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ മേധാവിയായിട്ട് പുതിയ ഗഗൻയാൻ പോലെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. മനുഷ്യനെ നമ്മുടെ സ്പേസിലെത്തിക്കാനുള്ള സെൻറ്ററിൻ്റെ ആദ്യ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഇനി വരും കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ ഗഗൻയാൻ എൻ്റെ നേതൃത്വം അദ്ദേഹത്തിനായിരിക്കും. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും ആദരവും അദ്ദേഹത്തിന് കൂടി നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ വാക്കുകൾ ഞാൻ നീട്ടുന്നില്ല. പ്രത്യേകിച്ചും ഒരു അവാർഡ് വാങ്ങിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വളരെ അദ്ദേഹം ചാരിതാർത്ഥ്യം നിറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പ്രത്യേകിച്ച് ഒരു ശാസ്ത്രമേഖലയിൽപ്പെട്ട ഒരാൾക്ക് നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്ത് അവാർഡ് നൽകിയതിൽ അതിനുള്ളൊരു സന്തോഷം പ്രത്യേകിച്ചും ഞാൻ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും അതൊരു ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് നമ്മൾ ഭക്തർ എന്ന് മാത്രം കരുതുന്നവർ ഒരു ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു അവാർഡ് നൽകുന്നതിലുള്ള ഔചിത്യത്തെക്കുറിച്ചും അതിന് കാണിച്ച വീക്ഷണത്തെക്കുറിച്ചുമുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നൊരു സദസ്സിൽ പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുകയായിരുന്നു അങ്ങനെയുള്ളവർ കൂടുതലുണ്ടോ എന്ന്. കൂടുതലും പ്രായമുള്ളവരാണ് എങ്കിൽ പോലും സാരമില്ല, കുറച്ച് ചെറുപ്പക്കാരെങ്കിലും കേൾക്കുന്നുണ്ടാവും. അവർക്കെല്ലാം മനസ്സിലുള്ളൊരു കുഴപ്പമുണ്ട്. ഇന്ന് ശാസ്ത്രമേഖലയിലും സയൻസിലുമൊക്കെ പ്രവർത്തിക്കുന്നവർ എന്തിന് ക്ഷേത്രവിശ്വാസവും ഭക്തിയുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയ്ക്ക് ഉള്ള സമയത്താണ് ഈ കാര്യത്തെക്കുറിച്ച് പലപ്പോഴും പല സമയത്തും പറയാനും അതിന് ക്ലാരിറ്റി ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അവരോട് പറയാനുള്ളത് ഇത് മാത്രമാണ്. കാരണം നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിൻ്റെ വികാസത്തെക്കുറിച്ചും നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളും ഒരു കാരണവശാലും തൊൻ്റെ ഉള്ളിലേക്കും ആധ്യാത്മികതയിലേക്കും തിരിഞ്ഞു നോക്കാതിരിക്കാനാവില്ല എന്നും, അത് തിരിച്ചറിയാൻ നിങ്ങൾ ഏതൊരു വിശ്വാസ സംഹിതയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും അതിലേക്കൊരല്പം സമയം ചെലവഴിക്കാൻ എല്ലാ വ്യക്തികളും ശ്രമിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. അതിനു വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് സഹായകരമാവുമെങ്കിൽ അതിലും അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ മാതാപിതാക്കളും കുട്ടികളും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവസരം എൻ്റെ ഒരു അനുഗ്രഹ ദിവസമായി കരുതിക്കൊണ്ട് പ്രത്യേകിച്ചും ഇന്ന് ഈ ജയന്തി സമ്മേളനത്തിൽ വരാൻ ഈ അവാർഡ് വാങ്ങിക്കാനും കഴിഞ്ഞതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.